മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ കരിമരുന്ന് പ്രയോഗത്തിൽ പോലീസ് കേസെടുത്തു. അനുമതിയില്ലാതെ അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചപ്പോൾ 40 പേർക്കാണ് പരിക്കേറ്റത്. നമ്മൾ ആ ദൃശ്യം കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. ആ ദൃശ്യം വീണ്ടും പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. യഥാർത്ഥത്തിൽ കുറേ ആൾക്കാർക്ക് പരിക്കേറ്റു. ബിപിൻ സി വിജയൻ ഈ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. ബിപിൻ സി വിജയൻ തത്സമയം ചേരുകയാണ്. ബിപിൻ, പറയൂ, ഈ പരിക്കേറ്റവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഈ പരിക്കേറ്റവരുടെ നില ആരുടെയും ഗുരുതരമല്ല. 2 പേർ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. 40-ലേറെ പേർക്കാണ് പരിക്കേറ്റത്. 47 പേർക്ക് ഇന്നലെ പരിക്കേറ്റു. അത് ഈ കരിമരുന്ന് പ്രയോഗത്തിനിടെ അതിൽ പൊള്ളലേറ്റിട്ടും ഒപ്പം തന്നെ ആളുകൾ കൂട്ടത്തോടെ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്കൊക്കെ വരാൻ ശ്രമിക്കുമ്പോൾ അതിൽ കാല് തെറ്റി വീണ അങ്ങനെ അപകടം സംഭവിച്ചതുമുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഒരു സംഘർഷാവസ്ഥ ആ സമയത്തൊക്കെ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കളി മാറ്റിവെക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ദൃശ്യങ്ങളാണ്. ഈ കസേരകളൊക്കെ ഇവിടെ തല്ലി തകർത്തിട്ടുള്ള നിലയിലാണ്. ഇപ്പോൾ സംഘാടക സമിതിക്കെതിരെ അരീക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൈനീസ് പടക്കങ്ങൾ മുകളിലേക്ക് പോയി പൊട്ടുന്ന രീതിയിലുള്ള ചൈനീസ് പടക്കങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരുന്നത്. ഇന്നലെ ഈ തെരട്ടമ്മൽ സെവൻസ് ഫുട്ബോളിൻ്റെ ഫൈനലായിരുന്നു. ഈ ഫൈനലിന് തൊട്ട് മുൻപ് ഈ കളിക്കാരൊക്കെ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ പടക്കങ്ങളൊക്കെ ക്രമീകരിച്ച് അത് പൊട്ടിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് അതിൻ്റെ ദിശ തെറ്റുകയും അത് കാണികൾക്കിടയിലേക്ക് മാറിപ്പോവുകയുമായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സംഘാടക സമിതിയുടെ പ്രസിഡന്റ് ഇവിടെയുണ്ട്. ഇത് ജനകീയ കമ്മിറ്റിയാണ് ഈ അരീക്കോട് സ്റ്റേഡിയത്തിൽ ഈ കളി നടത്തുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ ക്രമീകരിച്ചിരുന്നത്? ഇപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. കളി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയൊക്കെയാണോ ചെയ്തിട്ടുള്ളത്? കളി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഇവിടെ ഏകദേശം 3500 ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഗാലറിയാണ്. അത് ടിക്കറ്റ് കൊടുത്ത് അവസാനിപ്പിച്ചു. ആ ടിക്കറ്റ് കൊടുത്തു അതേ സമയത്ത് പിന്നെ പെട്ടെന്ന് ആൾക്കാർ മാത്രമല്ല, സാധാരണ ദിവസം കളി ആരംഭിക്കൽ 9 മണിക്കാണ്. 9 മണി 9:15. ഫൈനലായതുകൊണ്ട് 8:30 മണിക്ക് തന്നെ നമ്മൾ കളി ആരംഭിച്ചു. ടിക്കറ്റ് പിന്നെ വിൽപ്പന ഈ ടിക്കറ്റ് കഴിഞ്ഞതോടുകൂടി നമ്മൾ ഗേറ്റ് അടച്ചു. പക്ഷേ ആൾക്കാരുടെ വരവ് അവർ തന്നെ സ്വയം ഗേറ്റ് തുറന്ന് അകത്ത് കയറി കളിക്കാർക്ക് തന്നെ കളിക്കാൻ സൗകര്യപ്പെടാത്ത രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതിന് മാത്രം ജനം അങ്ങോട്ട് ഒഴുകിയെത്തി. അത് ഈ അപകടത്തിന് ശേഷമാണോ? പിന്നെയും കളി തുടരാൻ തീരുമാനിച്ചിരുന്നല്ലോ. അല്ല, പിന്നെ അതിൻ്റെ മുമ്പ് തന്നെ, അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തിക്കും തിരക്കും വന്നു. ഈ പടക്കം പൊട്ടിച്ചിരിക്കുമ്പോൾ ഗ്രൗണ്ട് പിന്നെ ഈ ലൈനിന് ചുറ്റും ആൾക്കാരാണ്. ഈ പടക്കം പൊട്ടിക്കുന്നതിൽ എന്താ തന്നെ ഒരു പെട്ടി ചെരിഞ്ഞു പോയി. ആ ചെരിഞ്ഞ പെട്ടിയിൽ ആണ് ഇത് വന്നിട്ട് ഈ അപകടം ഉണ്ടാകുന്നത്. അത് അവരെ ഉടനെ തന്നെ ഇവിടെ അൽനാസ് ആശുപത്രിയിലും തുടർന്ന് മദർ ആശുപത്രിയിലും കൊണ്ടുപോയി കമ്മിറ്റിയുടെ പിന്നെ ചെലവിൽ തന്നെ ചികിത്സ നടത്തിക്കൊടുത്തു. ഫയർഫോഴ്സിൻ്റെ അടക്കം അനുമതി ഉണ്ടായിരുന്നില്ല. എല്ലാം ഉണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഉണ്ട്, പോലീസ്, അതുപോലെ PWD, എല്ലാ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പിന്നെ അനുവാദത്തോടു കൂടി തന്നെയാണ് ടൂർണമെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഒരാൾക്കും അത് പരാതി പറയാൻ കഴിയില്ല. ഈ കരിമരുന്ന് പ്രയോഗത്തിനൊക്കെ അനുമതി വാങ്ങിയിരുന്നോ? പിന്നെ അതെല്ലാം അത് ചെറിയ പടക്കല്ല, കരിമരുന്ന് പറയാനല്ല. 3 പെട്ടിയാണുള്ളത്. അത് സാധാരണ നമ്മൾ പിന്നെ ഗ്രൗണ്ടിൽ പുറത്ത് വെക്കുന്ന എന്തായാലും തന്നെ എല്ലാവർക്കും കാണാനുള്ള ഒരു സൗകര്യം എന്നുള്ള ആൾക്കാണ്. ഒരു അപകടത്തിൻ്റെതല്ല. അപ്പോൾ ആരുടെയും നിലവിൽ ഗുരുതരമല്ല. അപ്പോൾ കളി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അനുമതി ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടുതൽ ആളുകൾ പിന്നീട് ഈ ഗ്രൗണ്ടിലേക്ക് വരികയും കളിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ പലപ്പോഴും ഇന്നലെ അരീക്കോട് മാറുകയും ചെയ്തത്. ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.